നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പഞ്ചരന്ധത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരെ മാത്രമേ ഞാൻ ഈ വണ്ടി കൊണ്ട് നടക്കൂ. അത് കഴിഞ്ഞാൽ ഞാനിത് വിൽക്കും. സത്യം പറഞ്ഞാൽ ഞാനിത് വാങ്ങിയത് ചീരുവിനും അവളുടെ വീട്ടുകാർക്കും എന്നോടൊരു മതിപ്പൊക്കെ തോന്നാൻ വേണ്ടിയാ. നമ്മൾ സ്വന്തം കാറിൽ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ പോകുമ്പോൾ അത് നമുക്കൊരു അന്തസ്സാണല്ലോ. പിന്നെ ആ വഴിക്ക് ഏതെങ്കിലും ഓട്ടം കിട്ടിയാ എനിക്ക് ആ പേരും പറഞ്ഞ് പഞ്ചരന്ധത്തിലേക്കൊന്ന് കയറുകയും ചെയ്യാലോ. ഇത് അതിനുവേണ്ടി ഇത്രയും കാശ് കളയണമായിരുന്നു വിനയ. ഇത് നീ 2.25 ലക്ഷത്തിനടുത്തെന്നല്ലേ പറഞ്ഞത്? അതെ, 75,000 കൊടുത്തു. 2 ലക്ഷം ഒരാഴ്ചക്കകം കൊടുത്താൽ മതി. ലോൺ എടുത്ത് തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ മാസാമാസം EMI അടക്കലൊക്കെ ഒരു തലവേദനയാണ്. അതുകൊണ്ടാ ഞാൻ ചില്ലറ ഓട്ടം കിട്ടുമെന്ന് നോക്കി. അതെ, ലോൺ ഇട്ടാൽ പിന്നെ വിൽക്കാനൊക്കെ പ്രയാസം വിനയ. ഇനിയിപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി വാങ്ങിയാലും 6 മാസം കഴിയുമ്പോൾ 2.25 ലക്ഷത്തിന് വണ്ടിക്ക് 2 ലക്ഷം പോലും കിട്ടില്ല. വെറുതെ 75,000 നഷ്ടപ്പെടുത്തണം വിനയ. അത് കാര്യമാക്കണ്ട. ഇത്ര പൈസയൊക്കെ വരും പോവും, നമുക്ക് അന്തസ്സല്ലേ വലുത്. നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? 2 ലക്ഷം രൂപ നീ എനിക്കിപ്പോൾ കടം തന്നാ 6 മാസം കഴിഞ്ഞ് ഞാൻ ഈ വണ്ടി നിന്റെ പേരിലേക്ക് എഴുതി തരാം. അപ്പോൾ പിന്നെ എനിക്ക് 75,000 രൂപ നഷ്ടം വന്നാലും അതുകൊണ്ട് നിനക്കൊരു നേട്ടം ഉണ്ടാവുമല്ലോ. എന്താ വേണ്ട വിനയ, അതൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ല. നിനക്ക് 1.5 ലക്ഷം രൂപ തന്നത് തന്നെ കയ്യിലെ കാശാ. അത് റോൾ ചെയ്യാൻ പെടുന്ന പാടെ എനിക്കേ അറിയൂ. നിന്റെ കയ്യിലില്ലെങ്കിൽ എവിടെന്നെങ്കിലും പലിശക്കെടുത്ത് തന്നാലും മതി. എന്താ പലിശക്കെടുത്ത പണം കൊണ്ട് ആരെങ്കിലും വണ്ടി വാങ്ങിക്കോ വിനയ? അതിൽ നല്ലത് വണ്ടിക്ക് ലോൺ ഇട്ട് EMI അടയ്ക്കുന്നതല്ലേ. ഓ, അതൊക്കെ ഒരു 5 വർഷമൊക്കെ നീണ്ടുപോയില്ലേ. നമുക്കിത് 6 മാസം കൊണ്ട് അവസാനിപ്പിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 2 ലക്ഷം കിട്ടിയിരുന്നെങ്കിലേ വണ്ടിയുടെ ബുക്കും പേപ്പറും പണയായിട്ട് കൊടുക്കാം. ഏയ്, അതൊന്നും പ്രാക്ടിക്കൽ അല്ല വിനയ. അങ്ങനെ കാശ് തരുന്നവരുടെ ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എടാ, നീ ഒരു കാര്യം ചെയ്യും. നീ ദാസങ്കലിനെ പോയി ഒന്ന് കാണാം. നിന്റെ ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഒന്ന് സഹായിക്കും. വിനയ, ഞാനെന്നാ കടയിലേക്ക് പോട്ടെ. കണ്ണൻ കളക്ഷൻ എടുക്കാൻ ഇറങ്ങുമ്പോഴാണ് നീ വന്ന് വിളിച്ചത്. ഞാൻ അങ്ങോട്ട് ചെന്നാലേ അവന് കളക്ഷൻ ഇറങ്ങാൻ പറ്റൂ. ശരി, വിനയന് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കണ്ടാൽ മതിയെന്ന് നീ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അതുകൊണ്ട് വന്നതാ. ശരി ശരി, പോട്ടെ. ശരി. വണ്ടി അച്ഛന് ഇഷ്ടപ്പെട്ടോ? സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അധികം ഓടിയിട്ടില്ലാത്ത വണ്ടിയാ. ഈ വിലക്ക് ഇത് ലക്കിയാണെന്നാ എല്ലാവരും പറയുന്നത്. എനിക്ക് ഈ വണ്ടിയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല വിനയ. കണ്ടിട്ടെന്തോ കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പൊ സ്വന്തമായിട്ടൊരു വണ്ടിയുടെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ വിനയന്? വണ്ടി എടുക്കാനുള്ള യോഗം ഉണ്ട് അച്ഛാ. അതാ പെട്ടെന്നല്ല ഇങ്ങനെ ഓക്കെ ആയിട്ട് വന്നത്. എല്ലാം എൻ്റെ മകൻ ജനിച്ചതിന്റെ ഐശ്വര്യമായിരിക്കും. നീ വാ. ഇരിക്കുവിനെ. ഡൗൺ പേയ്മെന്റ് അടച്ച് വണ്ടി വാങ്ങിച്ചു. ബാക്കി 2 ലക്ഷം ലോൺ ഇട്ട് തരാമെന്ന് ഷോറൂംകാർ തന്നെ പറഞ്ഞതാ. ഞാൻ അതിന്റെ പേപ്പേഴ്സൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാ ഇന്ദ്രൻ പറഞ്ഞത് ഈ ലോൺ എടുക്കുന്നത് ഈ റിസ്ക് നഷ്ടമൊക്കെയാണെന്ന്. ലോൺ എടുത്താ പിന്നെ അത് വർഷങ്ങളോളൊരു ബാധ്യതയായിരിക്കും. അതെ. ഇത്ര പിന്നെ ഈ വണ്ടിയെക്കുറിച്ചും ലോണിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണല്ലോ. അവൻ പറഞ്ഞപ്പോൾ ഞാൻ ലോൺ എടുക്കാതെ ഫുൾ ക്യാഷ് കൊടുക്കാൻ തീരുമാനിച്ചു. പൈസ ഉണ്ടെങ്കിൽ അതാ വിനയാ നല്ലത്.
ചീരു മക്കൾ